സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അപ്പോൾ കല്യാണ വീഡിയോയൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് റിസപ്ഷനാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞതും എല്ലാ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് കാരണം 3 പേർക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞതും വേഗം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഹെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് വന്നത്. അതിനാണല്ലോ ഒരുപാട് ടൈം എടുക്കുക. ക്രിമ്പിങ്ങും സ്ട്രൈറ്റനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനാണ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ ഫേസിലോട്ട് പോയി. അപ്പോഴേക്കും എൻ്റെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി അത് ചെയ്തു. ദേവി ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കസിൻസാണ്, ഗായത്രി ചേച്ചി, ദീപിക, ആതിര. പിന്നെ നേരെ എൻ്റെ ഫേസിലോട്ട് പോയി. അവർ ബേസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുടി ക്രിമ്പ് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് നല്ലപോലെ മുടിയിൽ ഫുള്ള് പുകയായിരുന്നു. അവർ ക്രിമ്പ് ചെയ്യുന്നതിനനുസരിച്ച് പുക വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത്രയും ഓയിലി ഉള്ളതുകൊണ്ടാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. മുടി നല്ല ഡാമേജ്ഡ് ആയിരുന്നു. നല്ല കൊഴിച്ചിലുണ്ട്. തൈറോയ്ഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കൊഴിച്ചിലുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ഇനി വീണ്ടും മുടി ഞാൻ മൊട്ടയാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ആറ്റുനോട്ട് ഒരു ഫേഷ്യൽ ചെയ്തപ്പോൾ മുഖത്ത് കുറച്ച് ഡാമേജുകൾ പറ്റി. പിമ്പിൾസ് വന്നു. ആകെ സ്കിന്ന് മൊത്തത്തിൽ ഡാമേജ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ഇനി മേക്കപ്പ് ചെയ്ത് ഇനി സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നൊക്കെയാണ് ഞാൻ ആ സമയത്ത് വിചാരിക്കേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫുള്ള് പ്രശ്നമാണ്. അപ്പോൾ ഇനിയും പ്രശ്നമാവോ, പക്ഷേ മേക്കപ്പ് ഇല്ലാതിരുന്നാലും രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാം, എന്ത് ചെയ്ത് സീനാവോ, ഡാമേജ് ആവോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അവരുടെ അടുത്ത്. സെൻസിറ്റീവ് സ്കിന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേച്ചിയുടെ അടുത്ത് സ്യൂട്ടായിട്ടുള്ള സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേർക്ക് മേക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൈഡിനും 2 ബ്രൈഡ്സ്മെയ്ഡിനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രൈഡ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ആ സമയത്തിനുള്ളിൽ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അവർ. നമ്മളൊരു 4 മണി 3:30 സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ 4:30 കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ ഫ്രണ്ടിൽ മുടി സ്ട്രെയിറ്റ് ചെയ്തതും അവർ ജസ്റ്റ് കേൾ ചെയ്ത് തന്നു. അതെനിക്ക് വൃത്തിയായി നിന്നിട്ടുണ്ടായിരുന്നില്ല. ടൈമും ആയി. അതുകൊണ്ട് ഒരു സൈഡ് സ്ട്രെയിറ്റിങ്, ഒരു സൈഡ് കേൾ ചെയ്ത രീതിക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലെത്തി. ചടപടാന്നായിരുന്നു എല്ലാം. കാരണം അത്ര ഹറിബറിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വൈകി. ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അങ്ങനെ കുയിലൊക്കെ ഈശ്വര എന്നെ ഓടി കൊടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല. കുറേ സ്ഥലത്ത് കുയിൽ, ഒരു സ്ഥലത്ത് മയിൽ. അങ്ങനെ ആൾക്കാരും എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അല്ല, നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഓൾറെഡി എത്തിയെന്ന് വേണം പറയാൻ. ഇതെൻ്റെ ഫ്രണ്ട് ദാസപ്പൻ. പിന്നെ ആരാ? പിന്നെ ഇത് റിജോ. ജിംറൂട്ടിനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന നമ്മുടെ സ്വന്തം റിജോ. പിന്നെ ആരാ? പിന്നെ നമ്മുടെ സ്വന്തം കിളി ആരതി. കിളിന്ന് എന്താ വിളിക്കുന്നത് വെച്ചാൽ അത് പണ്ട് മുതലേ അവളെ അങ്ങനെ വിളിക്കാറ്. പിന്നെ ഇതെൻ്റെ ദേവും അമ്മൂനെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ആശീനെയും. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഏകദേശം വന്നു. നമ്മുടെ ഫോട്ടോഗ്രാഫർ എപ്പോഴും എന്നെ സൂം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം ശരിക്കും പറയാൻ. പിന്നെ നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡ്രസ് കോഡ് ഏകദേശം ഒരു നേവി ബ്ലൂ ബ്ലാക്ക് എന്നുള്ള ടൈപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഏകദേശം അങ്ങനത്തെ കളർ എടുത്തു. നമ്മുടെ ദേവ് മാത്രം ഒരു പച്ച കളറായിപ്പോയി. പിന്നെ നമ്മുടെ സ്വന്തം ബ്യൂട്ടി ക്വീൻ മെഹിഗ ബേബി. ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ശേഖരിപുരത്തൊരു ചേച്ചിയായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു. അവസാനമാണ് ഇരുന്നത്. കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അവസാനം ഇരുന്ന് ഫുഡ് അവരവിടെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ബ്രൈഡും ഗ്രൂമൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഫുഡ് തരുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നാലേ കിട്ടുള്ളൂ. പക്ഷെ അവരാണെങ്കിൽ വരണമില്ല. അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. ഇതാണ് നമ്മുടെ സ്വന്തം പാണ്ടിത്തുറൈ, അതായത് കോയമ്പത്തൂരാണ് വീട്. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ് സൂര്യ. അപ്പം ഞാൻ സൂര്യയുടെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് അഭിനയിക്ക് മനുഷ്യാന്നൊക്കെ പറഞ്ഞു. ഇങ്ങേരാണെങ്കിൽ തള്ളി തള്ളി മറിക്കുകയായിരുന്നു. എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അൺസഹിക്കബിളായിരുന്നു അത്. നമ്മളവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇരുന്നിട്ടുണ്ടാകും. കാരണം അവരുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ വന്നാലേ ഫുഡ് തരുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആൾക്കാരല്ല, അച്ഛൻ്റെ പെങ്ങളും മോളുമാണ് നയന ചേച്ചി. ഒരു സന്തൂർ മമ്മി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം അവരെത്തി ഗൈസ്. നമുക്ക് ഫുഡ് കിട്ടുമല്ലോ എന്നൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. കാരണം അവർ വന്നാലേ ഫുഡ് തരുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിയുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ബാക്കിലാക്കു നൈസായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും കൂടെ. വെറുതെ കയ്യിലുള്ള വിറ്റമിൻസ് ഒന്നും കളയാൻ പാടില്ല. ആടുമാടൊക്കെ കൈ കഴിയിട്ടാണ് കഴിക്കുന്നത്. ആടുമാടൊക്കെ കൈ കഴുകുന്നൊന്നുമില്ല. അത് മാറിക്കൊടുത്ത ചേട്ടൻ വിളമ്പിക്കോളൂ. പത്തിരി എന്തൊക്കെ അച്ഛൻ കഴിച്ചോ? പത്തിരി വന്നു ഗൈസ്. അപ്പം നൂലപ്പം വന്നു. പക്ഷെ ഒന്നും കഴിക്കില്ല. നൂലപ്പം ആർക്കും വേണോ? ഇറച്ചിച്ചാറ് വരുന്നുണ്ട്. എന്തോ ചിക്കൻ ഗ്രേവിയാണ്. ഏത് മാതിരി ഉണ്ട് എന്നാലും കുഴപ്പമില്ല. അയ്യോ ചെന്ന വേണ്ട, നെഞ്ച് അലർജിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വിശന്നോണ്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. കുടിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കാണിക്കുക. ബൈ.